हिंदी साहित्य का इतिहास लर्निंग मटीरियल फस्ट ब्लॉकिले आरामते यूनिट ആണ് യൂണിറ്റിന്റെ പേര് പ്രാരംഭിക ഹിന്ദി സാഹിത്യ की प्रवृत्तियां और शैलियां പ്രാരംഭിക ഹിന്ദി സാഹിത്യത്തിലെ പ്രവൃത്തിയാം और ശൈലിയാം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിലെ സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന ട്രെൻഡ് പ്രവൃത്തി എന്ന് പറയുന്ന ട്രെൻഡാണ് അതിന്റെ ശൈലികളും എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് प्राचीन और मध्यकालीन हिंदी साहित्य के वर्गीकरण के बारे में जानकारी मिलता है ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം ആദ്യകാലത്തിലും മധ്യകാലത്തിലുമുള്ള സാഹിത്യത്തിന്റെ വർഗീകരണം എങ്ങനെയായിരുന്നു എന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തിന്റെ മുഖ്യ പ്രവൃത്തിയാം സംസ്ഥാന ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തിൽ ആ കാലത്ത് ഉണ്ടായിരുന്ന മുഖ്യ പ്രവണതകൾ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് സാഹിത്യം രചിച്ചത് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നു രാസോ സാഹിത്യത്തിന്റെ മുഖ്യ പ്രവൃത്തിയും से പരിചയ പ്രാപ്തി കൂടാതെ നമ്മൾ രാസോ സാഹിത്യത്തെ കുറച്ചും കൂടി നമ്മൾ ഈ പാഠത്തിലൂടെ നോക്കാൻ പോവുകയാണ് काल विभाजन किसी युग विशेष में प्राप्त होने वाली रचनाओं की समान प्रवृत्ति विशेष के आधार पर किया है നമ്മൾ ഓൾറെഡി മുന്നേ രണ്ട് മൂന്ന് പാഠത്തിൽ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാലവിഭാജനം ചെയ്തിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാലഘട്ടത്തിലുള്ള പ്രവൃത്തി എന്ന ട്രെൻഡ് ആ കാലഘട്ടത്തിൽ എന്തിനെ ബേസ് ആയിട്ടാണോ രചനകൾ നിർവഹിക്കപ്പെട്ടിരുന്നത് എന്താണ് ഇതിന് പ്രേരണയായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കാലവിഭാജനം ചെയ്തിരുന്നത് आदिकाल के रचनाओं की विशेष प्रवृत्ति के अनुसार ही इसका नामकरण किया गया ആദികാലത്ത് ഏതാണ് വിശേഷമായ പ്രവൃത്തി മീൻസ് ആ കാലത്ത് എന്തായിരുന്നു പ്രവണതകൾ എന്തായിരുന്നു ട്രെൻഡ് അതിനടിസ്ഥാനമാക്കിയാണ് അന്നത്തെ രചനകൾ രചിക്കപ്പെട്ടിരുന്നത് आदिकाल की विशेष प्रवृत्ति के वर्णन के आधार पर उसका नामकरण हुआ है ആദികാലത്തിലെ വിശേഷ പ്രവണതകൾ എന്തൊക്കെ നമ്മൾ നോക്കിയതാണല്ലേ അന്നെന്തായിരുന്നു രാജാക്കന്മാരായതുകൊണ്ട് തന്നെ രാജാക്കന്മാരെ കുറിച്ചുള്ള കൃതികളായിരുന്നു കൂടുതലായും രചിക്കപ്പെട്ടിരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് हिंदी साहित्य के प्रारंभिक काल में वीर गाथाओं का युग राजनीतिक दृष्टि से पतनोन्मुख सामाजिक दृष्टि से दिनहीन तथा धार्मिक दृष्टि से क्षीण काल है ഇതിൽ പറയുന്നത് ഹിന്ദി സാഹിത്യത്തിന്റെ പ്രാരംഭിക കാലം എന്ന് പറയുന്നത് വീരഗാഥാവോം കാ യുഗ് അത് വീരഗാഥകളുടെ കാലമാണ് വീരരസം തുളുമ്പുന്ന കഥകളുടെ ഒരു കാലഘട്ടമായിരുന്നു ഗാഥ എന്ന് പറയുന്ന കഥകളാണ് വീരരസം തുളുമ്പുന്ന കഥകളുടെ കാലഘട്ടമാണ് ആദ്യകാലം പക്ഷേ രാജനീതിക ദൃഷ്ടിസെ പതനമുണ്ട് പക്ഷെ രാഷ്ട്രീയപരമായോ രാജനീതിപരമായോ നോക്കുകയാണെങ്കിൽ അതിൽ പതനത്തിന്റെ കാലഘട്ടമായിരുന്നു ഒരു നല്ല ഭരണമായിരുന്നില്ല ആ കാലഘട്ടത്ത് ഉണ്ടായ ജനങ്ങൾക്ക് ക്ഷേമം നിലനിർത്തുന്ന ഒരു ഭരണരീതി ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് സാമാജിക ദൃഷ്ടിയിൽ ദീനഹീനത സാമൂഹ്യ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിലും യാതൊരു മുന്നോട്ടവും സമൂഹത്തിന് യാതൊരു മുന്നോട്ടവും കാരണം ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണന്മാർക്കൊക്കെ നല്ല ഉന്നമനമായിരുന്നു എന്ന സാധാരണ ജനങ്ങൾക്ക് അത് വളരെ ഒരു മോശപ്പെട്ട കാലഘട്ടം ആയിരുന്നു ധാർമ്മിക ദൃഷ്ടിയിൽ ക്ഷീണം കൂടാതെ മതപരമായി നോക്കുകയാണെങ്കിലും അത് വളരെയധികം ഒരു ബുദ്ധിമുട്ടിന്റെ കാലഘട്ടമായിരുന്നു കാരണം ഹിന്ദുക്കളുടെ പതനവും മുസ്ലിം രാജവംശങ്ങളുടെ ആഗമനം മതപരമായി നോക്കുമ്പോഴും അത് ഭയങ്കര ഒരു പ്രശ്നങ്ങളുടെ കാലഘട്ടം ആയിരുന്നു इस काल में जहाँ एक और जैन नाद और सिद्ध साहित्य का निर्माण हुआ वहाँ दूसरी ओर राजस्थान में चारण कवियों द्वारा जनित काव्य भी रचे गए हैं ഈ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ജൈന നാദ് സിദ്ധ് തുടങ്ങിയ സാഹിത്യങ്ങളുടെ രൂപീകരണം നടക്കുന്ന അതേ സമയം തന്നെ മറുവശത്ത് എന്തായിരുന്നു രാജസ്ഥാനിലെ ചാരൺ കവികളും പാട്ടുകവികളും ഈ ചാരൺ കവികൾ മുഖേന രചിക്കപ്പെടുന്ന രചനകൾ ഒരു ഭാഗത്ത് രചിക്കപ്പെട്ടുകൊണ്ടിരുന്നു പ്രാരംഭിക ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ പ്രവൃത്തി ഇനി നമ്മൾ നോക്കുന്നത് ആദ്യകാലത്തിലെ സാഹിത്യത്തിന്റെ മുഖ്യ പ്രേരണകൾ എന്തെല്ലാമായിരുന്നു എന്തൊക്കെയായിരുന്നു അന്നത്തെ ട്രെൻഡുകൾ എന്തായിരുന്നു അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്തിനെ ആസ്പദമാക്കിയാണ് അന്ന് രചനകൾ രചിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കാം ഒന്നാമത്തെ സന്ദിഗ്ധ രചനായി അന്ന് സന്ദിഗ്ധ രചനകൾ എന്ന് പറയുമ്പോൾ സന്ദിഗ്ധ എന്നൊരു സംശയമുളമാക്കി നമുക്കൊരു
രചനകളായിരുന്നു. എന്തിനെ കുറിച്ചാണ് നമുക്കൊരു കൃത്യത ഇല്ലാതിരുന്നത്? प्रारंभिक काल के प्रायः सभी रचनाओं की प्रामाणिकता संदेह दृष्टि से देखी जाती है. അന്നത്തെ കാലത്തെ രചനകളെല്ലാം സംശയാസ്പദമായി നോക്കിയിരുന്നത് എന്തിനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഐതിഹാസികത അഥവാ അതിൻ്റെ പ്രാമാണികത ശരിക്കും ഉള്ളതാണോ, ഉള്ള കഥയാണോ അല്ലയോ എന്നതിൽ കുറച്ചൊക്കെ അവർ ഫാൻറ്റസി കയറ്റുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കഥകളെ മാറ്റുകയും മറിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ രചനകൾ കറക്റ്റ് ആണോ, ഇത് ഉള്ളതായിരുന്നോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഇന്നും ഒരു സംശയമാണ്, ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ രചനകൾ നമ്മൾ എന്താ പറയുക സന്ദിഗ്ധ രചനായം എന്നത്. ഏറ്റവും കൂടുതൽ സംശയാസ്പദമായി നോക്കിയിട്ടുള്ള രചനയാണ് പൃഥ്വിരാജ് രാസോ. അതിൻ്റെ പ്രാമാണികതയെ ചൊല്ലി ഒരുപാട് വാദവിവാദങ്ങൾ തന്നെ ഹിന്ദി സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്തതാണ് ഐതിഹാസികത അഭാവം. നമ്മൾ പറഞ്ഞ പോലെ ഐതിഹാസികത എന്ന ചരിത്രം, ഹിസ്റ്ററിയുടെ അഭാവം ഉണ്ടായിരുന്നു. കാരണം അവർ സ്വന്തമായി ഭാവനകൾ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ യഥാർത്ഥത്തിൽ നടന്ന സംഭവമല്ല. ചിലപ്പോൾ ഒരു രാജാവ് വലിയ ധീരനൊന്നും ആയിരിക്കില്ല, പക്ഷെ അവർ എഴുതി പിടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ വലിയ ധീരനാക്കി എഴുതി പിടിപ്പിക്കുന്നു. പക്ഷേ ചരിത്രപരമായി നോക്കുമ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ഐതിഹാസികതയുടെ അഭാവം ഉണ്ടായിരുന്നു അന്നത്തെ രചനകൾക്ക്. प्रारंभिक काल के साहित्य में इतिहास की अपेक्षा कल्पना का बाहुल्य പറയുന്നത് തന്നെ. ഈ ആദ്യകാലത്തെ രചനകളിൽ ചരിത്രത്തിന്റെ അംശത്തിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഭാവനയില്ല, കൽപ്പനകളായിരുന്നു. എഴുത്തുകാരുടെ കൽപ്പനകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം അവർ കൊടുത്തിരുന്നത്. യുദ്ധം സജീവ വർണ്ണന അതെല്ലാ രചനകളിലും കറക്റ്റ് ഉണ്ടായിരുന്നു. യുദ്ധങ്ങളുടെ സജീവം, നമ്മൾ നേരിട്ട് യുദ്ധം കാണുന്നത് പോലുള്ളൊരു വർണ്ണനയായിരുന്നു ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നത്. प्रारंभिक काल की रचनाओं में युद्ध का वर्णन प्रमुख विषय है. യുദ്ധത്തിന്റെ വർണ്ണനയില്ലാത്ത ഒരു രാസഗ്രന്ഥങ്ങളോ മറ്റു ഗ്രന്ഥങ്ങളോ അന്ന് കാലത്ത് ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിന്റെ സജീവമായി നമ്മൾ നേരിട്ട് യുദ്ധം കാണുന്ന തരത്തിലുള്ള ഒരു വർണ്ണന അന്നത്തെ രചനകളിൽ, കാരണം ഏറ്റവും കൂടുതലായി എഴുതുന്ന ആളുകളും കാണുന്നത് യുദ്ധമാണ്. युद्ध का वर्णन अत्यंत मूर्तिमान ബിംബഗ്രാഹി രൂപസേ ഹുവാ ഹെ. എങ്ങനെ യുദ്ധത്തെ ബീഭത്സമായിട്ട് ചിത്രീകരിക്കാമെന്നോ അത്രയും രൂപത്തിലായിരുന്നു അവർ ആ യുദ്ധത്തെ വർണ്ണിച്ചിരുന്നത്. അടുത്തത് സങ്കുചിത രാഷ്ട്രീയത, അതായത് ദേശീയതയുടെ അഭാവം, ഒരു ഒത്തൊരുമ, ഒരു ഐക്യം, ദേശീയപരമായി നോക്കുമ്പോൾ ഒരു ഐക്യമൊന്നും അന്ന് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ദേശീയതയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഒരു പതനത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. ചാരൻ കവിയോं ने अपने आश्रयदाता की प्रशंसा मुक्त कंठ से किया. ഈ ചാരൻ കവികൾ എന്ന് പറയുമ്പോൾ രാജാവിനെ ആശ്രയിച്ച് രാജകൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന രാജകവികളാണ് ചാരൻ കവികൾ എന്ന് പറയുന്നത്. ഇവരെന്താ, അവരുടെ ആശ്രയദാത, അവരാരെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത് ആ രാജാക്കന്മാരെ കുറിച്ച് പ്രശംസ മുക്ത കൊണ്ടുസെത്തിയ, അവരവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവരവരെ രാജാവിനെ പ്രശംസിച്ചിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. കാരണം ഇല്ലെങ്കിൽ അവരുടെ തല പോകും. അയാളെ മോശപ്പെടുത്തി അവർക്ക് എഴുതാൻ കഴിയില്ല. അവരുടെ വീരനാണ് ശൂരനാണെന്നൊക്കെ പറഞ്ഞ അവര് ദിനം പ്രതി അയാളെ കുറിച്ചുള്ള കാവ്യങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. आजीविका प्राप्ति के लिए उसे अधिकारी राजाओं एवं सामंतों की प्रशंसा की. ആജീവിക, അവർക്ക് ദിവസം ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? അധികാരികളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും നിരന്തരമായിട്ട് പ്രശംസിച്ചുകൊണ്ട് അവർ എഴുതിക്കൊണ്ടേയിരുന്നു. വീരവും ശൃംഗാരരസം, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. അന്നത്തെ രചനകളിൽ വീരരസവും ശൃംഗാരരസവുമാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. प्रारंभिक काल के साहित्य में वीर तथा श्रृंगार रस का सम्मिश्रण है. പ്രാരംഭിക കാലത്തെ രചനകളൊക്കെ വീരരസം അതേപോലെ ഈക്വൽ ആയിരുന്നു എന്ന് ശൃംഗാരരസം. ഈ രണ്ട് രസത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അന്നത്തെ കാവ്യങ്ങൾ രചിക്കപ്പെട്ടിരുന്നത്. പ്രകൃതി ചിത്രം, പ്രകൃതിയുടെ വർണ്ണന. प्रारंभिक काल के साहित्य में प्रकृति का आलंबन उद्दीपन दोनों रूपों में चित्रण मिलता है. പ്രാരംഭിക കാലത്തായ സാഹിത്യങ്ങളിൽ പ്രകൃതി ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു. അത് ആലംബനായിട്ടും ഉദ്ദീപനായിട്ടും രണ്ടായിട്ടും ഈ പ്രകൃതിയെ ഉപയോഗിച്ചിരുന്നു എഴുത്തുകാര് എന്ന് പറയുന്നത്. ഇത് കാവ്യശാസ്ത്രത്തിൽ വരുന്ന വേർഡുകളാണ് ആലംബൻ, ഉദ്ദീപൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ആലംബൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണോ നമുക്കിപ്പോൾ മനസ്സിലിപ്പോൾ ശൃംഗാരം എന്നുള്ളൊരു രസം ഉണ്ടാകുന്നത്, ആരിലാണോ അത്, എന്തിൻ്റെ പ്രേരണയാലാണോ ആ രസം ഉണ്ടാകുന്നത്, അതിനെയാണ് ആലംബൻ എന്ന് പറയുന്നത്. ഉദ്ദീപൻ എന്ന് പറയുന്നത് എന്താണോ ആ ശൃംഗാര രസത്തെ ഉദ്ദീപിപ്പിക്കുന്നത് അതിനെയാണ് ഉദ്ദീപൻ എന്ന് പറയുന്നത്. ഒരു രസം മനസ്സിലുണ്ടാകാൻ കാരണമാകുന്നതും അതിനെ ഉദ്ദീപിപ്പിക്കുന്ന കാരണമായിട്ടും എഴുതുന്ന കവികൾ എന്തായിരുന്നു? പ്രകൃതിയെ ചിത്രീകരിച്ചിരുന്നു. അതിമനോഹരമായ പ്രകൃതി വർണ്ണനകളായിരുന്നു അവർ കൊടുത്തിരുന്നത്. കാരണം ശൃംഗാരരസത്തിന്റെ ഉപയോഗം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പ്രകൃതിയെയും അതിൻ്റെ ഒരു ഭാഗമായി
രാസോഗ്രന്ഥങ്ങളുടെ ധാരാളിത്തം. प्रारंभिक काल के सभी ग्रंथों के नाम के साथ रासो शब्द जुड़ा हुआ है. ആദ്യകാലങ്ങളിലെ ഒട്ടുമിക്ക രചനകളുടെ കൂടെയും അവർ രാസോ എന്നൊരു ശബ്ദം ചേർത്തിരുന്നു. जो कि काव्य शब्द का पर्यायवाची. അവർ ആ ഒരു രാസോ എന്ന ശബ്ദം ചേർത്തിരുന്നത് കാവ്യം എന്നതിൻ്റെ ഒരു പര്യായ പദമായിട്ടാണ്. അവർ രാസോ എന്ന എല്ലാത്തിൻ്റെ കൂടെയും അവർ ചേർത്തിരുന്നു. കാവ്യക്ക് കാവ്യത്തിൻ്റെ 2 രൂപങ്ങളാണ് പ്രധാനമായും ആ പ്രാചീന കാലത്ത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പ്രബന്ധ മുക്ത. പ്രബന്ധ കാവ്യങ്ങളും മുക്തക കാവ്യങ്ങളുമാണ് മെയിനായിട്ടും അന്ന് രചിക്കപ്പെട്ടിരുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ആധുനിക കാലത്തിന് ശേഷം ആധുനിക കാലത്തിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഗദ്യം തുടങ്ങുന്നത്. ഇതിലിപ്പോൾ ആദികാല, ഭക്തികാല, രീതികാല 3 കാലങ്ങളിൽ നമ്മൾ കാവ്യങ്ങളിലാണ് രചനകൾ നടത്തിയിരുന്നത്. അതിൽ തന്നെ പ്രബന്ധ കാവ്യങ്ങളും മുക്തക കാവ്യങ്ങളുമായിരുന്നു കൂടുതലായും രചിക്കപ്പെട്ടിരുന്നത്. ജൻജീവൻ സെ സമ്പർക്ക് നഹി. അന്നത്തെ രചനകൾക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കാരണം എഴുതുന്നത് മുതൽ രാജാക്കന്മാരെ കുറിച്ചാണ്. സാധാരണ ജനങ്ങളെ കുറിച്ചുള്ള സാഹിത്യം അന്ന് വളരെ ദുർലഭമായിരുന്നു. കാരണം അന്നത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് അറിയേണ്ടത് നമുക്ക് ഭയങ്കര കുറച്ച് രചനകൾ മാത്രമേ അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. പ്രാരംഭിക കാല के साहित्य में सामंती जीवन उभर कर आया है. ഈ പ്രാരംഭിക കാലത്തെ രചനകളിൽ രാജാക്കന്മാരുടെ, ഉയർന്ന ബ്രാഹ്മണന്മാർ തുടങ്ങിയ സമൂഹത്തിന്റെ ഉന്നത തലത്തിലുള്ളവരുടെ കുറിച്ചുള്ള രചനകൾ ധാരാളം വന്നിരുന്നു. ഇനിക്കെ ജീവൻ കെ സാത്ത് കോയി സംബന്ധ നഹിയിലേക്ക് സാധാരണ ജനങ്ങളെ കുറിച്ചുള്ള ചിത്രണങ്ങളും വിവരണങ്ങളും വളരെ കുറവായിരുന്നു. ചന്ദോക വിവിധമുഖി പ്രയോഗം. ചന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ നമ്മൾ വൃത്തം എന്ന് പറയുന്നതാണ് ഹിന്ദിയിലെ ചന്ത് എന്ന്. മഞ്ചരി വൃത്തമൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നുണ്ട്. അതേപോലെയുള്ളതാണ് ചന്തുകൾ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. ഈ വൃത്തങ്ങളുടെ ചന്തുകളുടെ പ്രയോഗം ധാരാളം വൃത്തം അനുസരിച്ച്, ചന്ത് അനുസരിച്ചായിരുന്നു അന്നത്തെ രാജകവികൾ കാവ്യങ്ങൾ രചിച്ചിരുന്നത്. അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊത്ത ഗ്രന്ഥങ്ങളാണ് അവരന്ന് എഴുതിയിരുന്നത്. चंदों का जितना विविधमुखी प्रयोग इस साहित्य में हुआ है उतना इसके पूर्ववर्ती साहित्य में नहीं हुआ. എത്രത്തോളം ചന്ദിന്റെ വിവിധ രൂപത്തിലുള്ള പ്രയോഗം ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നു, അതിനു മുമ്പുണ്ടായിരുന്ന രചനകളേക്കാൾ കൂടുതൽ ചന്ദിന്റെ പ്രയോഗം ആദ്യകാലത്ത് കൂടുതലായിരുന്നു. दोह, तोटक, तोमर, खाद, गाहा आदि चंदों का प्रयोग बड़ी കലാത്മകത के साथ किया गया है. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ളത്? ചന്തുകൾ നോക്കാം. ദോഹ ചന്ത്, തോടക്, തോമർ, ഖാദ, ഗാഹ തുടങ്ങിയ ഈ ചന്തുകളെല്ലാം വളരെയധികം കലാത്മകമായിട്ടാണ് അവർ പ്രയോഗിച്ചിരുന്നത്. ദോഹ ചന്ത് നമുക്കൊക്കെ പരിചയമാണ്. കബീറിന്റെ ദോഹ, തുളസീദാസിന്റെ ദോഹ, റഹീമിന്റെ ദോഹ, മീരാഭായിയുടെ ദോഹകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദോഹകളൊക്കെ ചന്താണ്, വൃത്തനുസരിച്ച് എഴുതിയിട്ടുള്ളതാണ്. അതേപോലെ പ്രധാനപ്പെട്ടതാണ് തോടക്, തോമർ എന്നൊക്കെ പറയും. ഈ ഒരു ചന്തുകൾ, വൃത്തങ്ങൾ അനുസരിച്ചാണ് അന്നത്തെ രാജകവികൾ എഴുതിയിരുന്നത്. ടിങ്കൽ ഓർ പിങ്കൽ ഭാഷാക്ക പ്രയോഗം. പിന്നെ പ്രധാനമായിട്ടുള്ളത് ടിങ്കൽ, പിങ്കൽ എന്നൊരു ഭാഷയുടെ ശൈലികളാണ്. ഇത് രാജസ്ഥാനി ഭാഷകളിലാണ് അധികം പിങ്കലും കണ്ടിട്ടുള്ളത്. നമ്മുടെ പൃഥ്വിരാജ് രാസോയിൽ ടിങ്കൽ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. प्रारंभिक काल के साहित्य की एक अन्य उल्लेखनीय विशेषता है टिंगल भाषा का प्रयोग. ഈ പ്രാചീന കാലത്തെ ആദ്യകാലത്തിലെ രചനകളിലെ ഒരു എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു വിശേഷതയാണ് ടിങ്കൽ ഭാഷയുടെ പ്രയോഗം എന്ന് പറയുന്നത്. प्रारंभिक काल के समय की अपभ्रंश साहित्य भाषा पिंगल के नाम से अभिहित की जाती है. ആദ്യകാലത്തിലെ അപഭ്രംശമായിട്ട് ചേർന്നിട്ടുള്ള രാജസ്ഥാനി ഭാഷകളെയാണ് പിംഗൽ എന്ന് പറയുന്നത്. ബ്രജുമായി ചേർന്നിട്ടുള്ള രാജസ്ഥാനി ഭാഷകളെയാണ് പിംഗൽ എന്ന് പറഞ്ഞിരുന്നത്. ഈ ഒരു ഭാഷയുടെ പ്രയോഗം വളരെയധികം അന്ന് ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് വീരതാ പ്രധാന രചനായം, വീരത തുളുമ്പുന്ന രചനകളായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. വൈവിധ്യപൂർണ്ണ ചന്ത്, പലതരത്തിലുള്ള ചന്തുകൾ ഉപയോഗിച്ചിരുന്നു. ദോഹ ചോപ്പായി ഈ ചന്തുകളിൽ തന്നെ ദോഹ ചൈപ്പായി ചന്തുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. യന്ത്രതന്ത്ര പ്രകൃത ചിത്ര, വളരെയധികം വൈവിധ്യപൂർണമായ രചനകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നമ്മളിന്ന് മൊത്തത്തിൽ ഈ ഒരു പാഠത്തിന്റെ അവലോകനം നോക്കുകയാണെങ്കിൽ ആദികാലീൻ സാഹിത്യ ഇതിഹാസ തഥാ സാഹിത്യ ദോനോ ദൃഷ്ടി സെ മഹത്വ. ആദ്യകാലത്തിന്റെ സാഹിത്യം ചരിത്രപരമായിട്ടും അല്ലാതെയും നോക്കുമ്പോൾ എന്താണ് വളരെയധികം മഹത്വപൂർണമായൊരു സാഹിത്യമായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഭാഷാ വിജ്ഞാനീയ ദൃഷ്ടി സെ ഏക സാഹിത്യ അത്യന്ത ഉപാധേയ.
ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്തിന്റെ രചനകൾ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്രയധികം ഭാഷകൾ പ്രയോഗിക്കപ്പെട്ട ഒരു കാലം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഉത്തരം. इसमें वीर तथा श्रृंगार रस का सुंदर परिभाग बन पड़ा है. ഇതിൽ ശൃംഗാര രസത്തിന്റെയും വീരരസത്തിന്റെയും അത്ഭുതം തുടങ്ങുന്ന രചനകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. निसंदेह इन ग्रंथों में അതിരചനാപൂർണ്ണ ശൈലി का प्रयोग से इतिहास दर्शाया गया है. നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാം, ഈ കാലഘട്ടത്തിലെ രചനകളിൽ ചരിത്രത്തിന്റെ അപാകതകൾ, ചരിത്രത്തിന്റെ ഐതിഹാസികതയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ കൂടി അതിമനോഹരമായ ഗ്രന്ഥങ്ങളാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് അന്നത്തെ കാലത്തെ രചനകൾ എന്ത് പ്രേരണയുടെ അടിസ്ഥാനത്തിൽ, എന്ത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് രചിക്കപ്പെട്ടതെന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റും വായിച്ച് മനസ്സിലാക്കി നന്നായി എളുപ്പമാണ് പഠിക്കാൻ. അത് പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ ഓർത്ത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. കണ്ടിന്യൂഷനാണ് മറ്റു പാഠങ്ങളുടെ. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ മൊത്തം പഠിച്ച് കഴിയുമ്പോൾ ഇതിനൊരു എസ്സേ ഷുവറാണ്. ആദ്യകാലത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനോഹരമായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവരും നന്നായി ലെസൺസ് വായിക്കുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു.